ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്റ്റോക്ക് പരിചയപ്പെടാം. ഏകദേശം ബ്രേക്ക് ഔട്ടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല രീതിയിൽ നല്ല ചാർട്ട് പാറ്റേൺ ആണ്. നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയിട്ട് അനലൈസ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ പേര് ഗ്രാസിം എന്നാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോകാം. സ്റ്റോക്കിൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ ഞാനതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ച് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വീക്കിലി ചാർട്ട് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീക്ക് ചാർട്ട് എടുത്താലും നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അപ് ട്രെൻഡാണ്. അല്ല, നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ച് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു, പിന്നെ സ്റ്റോക്ക് മേലോട്ട് പോയി, അതേ റേഞ്ച് റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴത്തോട്ട് വന്നു, പിന്നെ ചെറുതായിട്ട് ആ റേഞ്ച് ചെറുതായി വരുന്നുണ്ട് അല്ലേ. പിന്നെ ഈ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാം. ചിലപ്പോൾ ഈ സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊരു കൺസോളിഡേഷൻ നടക്കാം. അങ്ങനെ ചെറുതായിട്ട് കൺസോളിഡേഷൻ വന്നിട്ട് പിന്നെ ഇവിടെ നല്ലൊരു ഹ്യൂജ് ആയിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാനും ഈ ഒരു സ്റ്റോക്കിൽ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ച് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് 2896 എബോ നമുക്കിതിലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. ഓക്കെ, കണ്ടിട്ടൊരു ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ലൊരു വോളിയൊക്കെ ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നല്ലൊരു വോളിയൊക്കെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചും കൂടിയാണ്. ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ റേഞ്ചിലിപ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടക്കും, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാണ്ട് ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ട് ഈ റേഞ്ചിലോട്ട് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഒരു മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഒരു 2760 റേഞ്ചാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തിട്ട് ഒരു 3100 നമുക്ക് ടാർഗറ്റ് വെച്ചിട്ടൊരു മിഡ് ടൈം ടു ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയാണ്. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്